അമേരിക്കയിലെ ഹൊറർ സ്റ്റോറിയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭീതിജനകമായ ഹോട്ടലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, സ്റ്റാൻലി ഹോട്ടൽ. അമേരിക്കയിലെ കൊളറാഡോ സംസ്ഥാനത്തെ എസ്റ്റിസ് പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1909 ഫ്ലീറൻ ഓസ്കാർ എന്ന വ്യവസായി ഈ ഹോട്ടൽ സ്ഥാപിച്ചു. ആദ്യകാലത്ത് ട്യൂബർകുലോസിസ് രോഗികൾക്ക് ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു റിസോർട്ടായിട്ടാണ് ഇത് പ്രവർത്തിച്ചത്. 1911 ഹോട്ടലിന്റെ ഗ്യാസ് ലൈറ്റിംഗ് സിസ്റ്റത്തിലുണ്ടായ ഒരു സ്ഫോടനത്തിൽ മെയ്ഡ് എലിസബത്ത് വിൽസന് ഗുരുതരമായ പരിക്കേറ്റു. ഇതിനെ തുടർന്ന് പിന്നീടുണ്ടായത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്. ഹോട്ടലിൽ അസാധാരണമായ ശബ്ദങ്ങൾ, ലൈറ്റുകൾ തന്നെ കത്തുന്നു, പലയിടത്തും നിഗൂഢമായ രീതിയിൽ കാണുന്ന കാൽപ്പാടുകൾ എന്നിവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇവയെല്ലാം ഹോട്ടലിന്റെ ഭീതിജനകമായ ചരിത്രത്തിന്റെ ഭാഗമായി തീർന്നു. പിന്നീട് 1974 പ്രശസ്ത ഹൊറർ എഴുത്തുകാരൻ സ്റ്റീഫൻ കിങ് തൻ്റെ ഭാര്യ ടബിത്തയുമായി സ്റ്റാൻലി ഹോട്ടലിൽ ഒരു രാത്രി താമസിച്ചു. അന്നുണ്ടായ പേടിപ്പിക്കുന്ന സംഭവങ്ങൾ അദ്ദേഹം ദി ഷൈനിങ് എന്ന നോവലിൽ എഴുതി. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.